ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം എന്ന വാർത്തയാണ്. കട്ടളപ്പാളി കേസിൽ കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യമാണ് അനുവദിച്ചത്. നേരത്തെ ദ്വാരപാലക ശില്പക്കേസിലും നേരത്തെ ജാമ്യം കിട്ടിയിരുന്നു. ഉപാധികളോടെയാണ് ജാമ്യം. പോറ്റി അപ്പോൾ ഇന്ന് ജയിൽ മോചിതനാകുമെന്ന കാര്യം ഉറപ്പായി. SIT കുറ്റപത്രം സമർപ്പിക്കാത്തത്, അതായത് ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാത്തത്, ഒന്നാം പ്രതിയെ പുറത്തേക്ക് ഇറക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. സ്വാഭാവിക ജാമ്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം. അപ്പോൾ നാട് ഞെട്ടിയ, നമ്മൾ നാളിതുവരെ കേൾക്കാത്ത തരത്തിലുള്ള ഒരു ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ള കേസിൽ അതിലെ പ്രധാന പ്രതിയുടെ അകത്ത് കിടന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം എന്നാണ് പ്രധാനപ്പെട്ട വാർത്ത. സൂര്യഗായത്രി ചെയ്യുന്നു. സൂര്യ, സ്വാഭാവിക ജാമ്യമാണ്, കുറ്റപത്രം സമർപ്പിക്കാത്തപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ജാമ്യവുമാണ്. സൂര്യ, ഹാഷ്മി, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം 90 ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയാക്കുന്ന ഏതൊരു കുറ്റാരോപിതനും അത് കഴിയുമ്പോൾ ജാമ്യം അനുവദിച്ച് നൽകുക എന്നുള്ളത് അത് സ്വാഭാവിക നടപടി തന്നെയാണ്. 2 കേസിലും പോറ്റിക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു. പോറ്റി പുറത്തേക്ക് എന്നുള്ളത് വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് വൈകിട്ടോടു കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനാകും എന്നുള്ളത് തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ 4ാമത്തെ പ്രതിയാണ്. ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് 4ാമത്തെ വ്യക്തിയാണ് ഇപ്പോൾ പുറത്തിറങ്ങുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി. ഒക്ടോബർ 16-നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ദ്വാരപാലക കേസിൽ ആദ്യ ജാമ്യ ഹർജി 90 ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയാക്കിയതിനു ശേഷം ജാമ്യ ഹർജി നൽകുന്നു. സ്വാഭാവിക ജാമ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക കേസുമായി ബന്ധപ്പെട്ട് നൽകുന്നു. ഉപാധികളോടെയാണ് ജാമ്യം നൽകിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ജനുവരി 21-നാണ് ആദ്യ ജാമ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിക്കുന്നത്. അതിന് പിന്നാലെ കട്ടളപ്പാളി കേസിൽ 90 ദിവസം പൂർത്തിയാക്കാത്തതിനാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയിൽ മോചിതനാകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കട്ടളപ്പാളി കേസിലും 90 ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് സ്വാഭാവിക ജാമ്യത്തിന് വേണ്ടിയുള്ള ഹർജി കൊല്ലം വിജിലൻസ് കോടതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ കട്ടളപ്പാളി കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഉപാധികളോടെയായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ജാമ്യം അനുവദിച്ചിട്ടുണ്ടാകുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അന്വേഷണ സംഘം ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാകുക, സംസ്ഥാനം വിട്ടു പോകാതിരിക്കുക, അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലേക്ക് പ്രവേശിക്കാതിരിക്കുക തുടങ്ങിയ ഉപാധികളോടെ തന്നെ ആയിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം നൽകിയിട്ടുണ്ടാവുക. ഉപാധികൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ അത് കുറച്ച് സമയവും കൂടി കാത്തിരിക്കേണ്ടതായിട്ട് വരും. എന്തായാലും സ്വർണ്ണക്കൊള്ള കേസിൽ 1ാം പ്രതിയായിട്ടുള്ള മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക് ഇറങ്ങുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് SIT കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യം കൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം അനുവദിക്കാനുള്ള അനുകൂല ഘടകമായിട്ട് മാറിയത് എന്നത് ഉറപ്പായും കുറ്റപത്രം സമർപ്പിക്കാത്തതിന്റെ അഭാവമാണ് കേസിലെ പ്രധാന പ്രതി, മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടി പുറത്തേക്ക് പോകാനുള്ള വഴിയൊരുങ്ങുന്നത്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുന്നിൽ ഒരു പഴുതാകുന്നു. പലയാവർത്തി ജാമ്യാപേക്ഷയുമായി കോടതികൾക്ക് മുന്നിലേക്ക് പോയിട്ടുള്ളതാണെങ്കിലും അന്നൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആ കേസിന്റെ വളരെ ഗുരുതര സാഹചര്യം കണക്കിലെടുത്താണ് ജാമ്യം കിട്ടാതിരുന്നത്. ബെയിൽ ഈസ് ദ റൂൾ, ജയിൽ ഈസ് ദ എക്സെപ്ഷൻ എന്നുള്ളതാണ് പ്രമാണമെങ്കിലും ഈ പ്രതികൾ പുറത്തേക്ക് പോയാൽ ഈ കേസിന്റെ ഗുരുതരാവസ്ഥ കണക്കിലെടുത്ത് ഈ പ്രതികൾക്ക് ജാമ്യം കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ഹൈക്കോടതി തന്നെയാണ്. ഒടുവിൽ 90 ദിവസം കഴിയുമ്പോഴും കുറ്റപത്രം ഉണ്ടാവാതിരിക്കുമ്പോൾ, ഒരു താൽക്കാലിക കുറ്റപത്രം പോലും ഉണ്ടാകാതിരിക്കുമ്പോൾ അത് ഈ ജാമ്യം എന്ന് പറയുന്നത് അത് പ്രതികളുടെ അവകാശമാണ്, പ്രതികൾ കിട്ടേണ്ട ജാമ്യമാണ്. അങ്ങനെ കുറ്റപത്രത്തിന്റെ അഭാവത്തിൽ ഈ കേസിലെ ശബരിമല ക്ഷേത്രക്കൊള്ള കേസിലെ മുഖ്യപ്രതി, പ്രധാന പ്രതി, അവിടെ നിന്ന് ഭഗവാന്റെ സ്വത്തുകൾ അടിച്ചുകൊണ്ടുപോയി വിറ്റു എന്ന് ആരോപിക്കപ്പെടുന്ന കേസിലെ പ്രധാന പ്രതി ഇപ്പോൾ ജാമ്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വാർത്ത. ഒരുപക്ഷെ ഭക്തരെ, അയ്യപ്പന്റെ ആരാധകരെയും ഒക്കെ വലിയ തോതിൽ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത കൂടിയാണ് എന്നുകൂടി പറയാതിരിക്കാൻ വയ്യ. ഷഫീദ് റാവുത്തർ കൂടി ചേർന്നു. ഷഫീദ്, പ്രതികൾ ജാമ്യം കിട്ടി പുറത്തിറക്കി ഇറങ്ങുന്നത് കേസന്വേഷണത്തെ ബാധിക്കില്ല എന്നൊക്കെ ഹൈക്കോടതി പറയുമ്പോഴും ഈ കേസിലെ പ്രധാന പ്രതി, 1ാം പ്രതി ജാമ്യം കിട്ടി പുറത്തേക്ക് പോവാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.